അവധിക്കാലം വിദ്യാർത്ഥികളുടെ വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു കൂട്ടം വിരമിച്ച അധ്യാപകർ ശ്രമിക്കുന്നു. കൊട്ടാരക്കരയിൽ പൊലിക്കോട് വിളയിൽ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച പുസ്തക പ്രദർശനമാണ് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വേറിട്ട ഒരു അനുഭവം നൽകിയത്. ഹൈസ്കൂൾ പ്രഥമ അധ്യാപകനായിരുന്ന രാജൻ്റെ പുസ്തകശേഖരത്തിൽ നിന്നാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചത്. കമ്പ്യൂട്ടർ ഗെയിമിലും സോഷ്യൽ മീഡിയയിലും വിദ്യാർത്ഥികൾ അവധിക്കാലം ചിലവഴിക്കുമ്പോഴാണ് വായനയുടെ ലോകത്തേക്ക് പുതുതലമുറയെ കൈപിടിച്ച് നടത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം. പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കുന്നതിനും സംവാദങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും ഗുണകരമാകുന്ന അത്യപൂർവങ്ങളായ പുസ്തകങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 82 കാലഘട്ടം മുതൽ കിട്ടുന്ന പൈസയുടെ നല്ലൊരു ജോലി കിട്ടിയിട്ടും അതിനു മുമ്പ് പഠനകാലത്ത് ചിലവിന് കൊണ്ടുവന്ന പൈസയുടെ ഒരു നല്ലൊരു പങ്കും തിരുവനന്തപുരത്തൊക്കെ ഈ പുസ്തകോത്സവം വരുമ്പോൾ പുസ്തകം വാങ്ങിക്കും. പിന്നെ ജോലി കിട്ടിയിട്ടും നല്ലൊരു ശതമാനം, ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 10% അതിനുവേണ്ടി എല്ലാ മാസവും നീക്കി വയ്ക്കും. അങ്ങനെ ഈ അപൂർവമായ പുസ്തകങ്ങൾ എവിടെ കണ്ടാലും മേടിക്കും, എത്ര രൂപയായാലും മേടിക്കും. ഇത്രയും ഉള്ള ഗ്രന്ഥങ്ങൾ ഇതിരിക്കുന്നതിലും നല്ലത് ഇത് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങാൻ കാരണം. രാജന്റെ അധ്യാപന ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരും പുസ്തകപ്പുരയുടെ ഭാഗമായി മാറി. 2 ദിവസത്തെ പുസ്തക പ്രദർശനത്തിൽ ദൂരെ നിന്നും വിദ്യാർത്ഥികളും ഗവേഷകരും എത്തിയിരുന്നു. പൗരാണിക ഗ്രന്ഥങ്ങൾ മുതൽ വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥങ്ങളും അതുപോലെ വൈജ്ഞാനിക ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ ആധുനിക സാഹിത്യത്തിലുള്ള എല്ലാവിധ പുസ്തകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പുസ്തക പ്രദർശനം. വളരെ കുറച്ചു പേരുടെ ഒരു സാറിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ചു പേരുടെ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ വിജയമാണ് ഇത്. മറ്റുള്ള ഗ്രാമപ്രദേശങ്ങളിലും മറ്റുള്ള വീടുകൾക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു വലിയ പ്രവർത്തനമായിട്ട് ഇതിനെ കാണാൻ കഴിയുന്നു. ഇങ്ങനൊരു മഹത്തരമായ പ്രവർത്തനമാണ് പുസ്തകപ്പുര. അവനവൻ്റെ വീട്ടിലൊരു പുസ്തക ശേഖരം ഉണ്ടാവുക, അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുക എന്നുള്ളത്. 5000-ഓളം പുസ്തകങ്ങൾ അടങ്ങിയ രാജൻ മാഷിന്റെ വീട്ടിലെ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങളായിരുന്നു പ്രദർശനത്തിൽ. ഓരോരുത്തർക്കും വേണ്ടുന്ന പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ ഇരുന്നു തന്നെ വായിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. മാഷിന്റെ പരിശ്രമത്തിൽ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി പിറവി എന്ന കൈയെഴുത്തു മാസികയും പ്രകാശനം ചെയ്തിരുന്നു. വേനലവധി പുസ്തക വായനയിലൂടെ വ്യത്യസ്തമായി ആഘോഷമാക്കിയ വിദ്യാർത്ഥികളുടെ സന്തോഷം അടുത്തറിഞ്ഞതോടെ വരും വർഷം അതിവിപുലമാക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. 24 കൊല്ലം. ജമീഷ് EV പറയുന്നു, എൻ്റെ ദൈവമേ, ഇന്ന് എൻ്റെ കാര്യം കട്ടപ്പോകുകയാണ്. കാരണം SKN കറുപ്പ് ഷർട്ടിട്ടാൽ എനിക്ക് വർക്ക് കുറയും. എന്ന് ഞാൻ നോക്കും നിങ്ങൾ എന്ത് കളറുള്ള ഉടുപ്പായിട്ടിരിക്കുന്നത്. മണ്ടത്തരം പറയില്ലേ എൻ്റെ ജമീഷ്. ഞാനിട്ടിരുന്ന ഉടുപ്പിൻ്റെ കളർ വെച്ചാണോ താങ്കൾക്ക് ജോലി കിട്ടുന്നത്? അപ്പോൾ അങ്ങനെയൊന്നും പ്രചരിപ്പിച്ച് കളയരുത്. അപ്പോൾ ഞാൻ ഓരോ തുണി ഇടുന്നത് നമ്മുടെ കോസ്റ്റ്യൂമർ തീരുമാനിക്കുന്നതനുസരിച്ച് നമ്മൾ ഇട്ടിട്ട് പോവുകയാണ്.